ഗുഡ് മോർണിംഗ് ഡബ്ലിൻ. ഞാനിപ്പോൾ ഉള്ളത് ഡബ്ലിൻ എന്ന അയർലൻഡിൻ്റെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. നമ്മൾ മുമ്പ് പോർട്ടലിൽ ഇവിടെയായിരുന്നു വന്ന് ഇറങ്ങിയിരുന്നത്. എന്നിരുന്നാലും അന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഒന്ന് ഡബ്ലിൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത് ഈ യൂറോപ്പിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗിന്നസ് എന്ന ബിയറിൻ്റെ ഒരു ഡിസ്റ്റിലറിയിലാണ്. അപ്പോൾ ആ ബിയർ എങ്ങനെയാണ് ഉണ്ടാക്കുക ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. കറുത്ത നിറത്തിലുള്ള ബിയർ. ആ ബിയർ ലോകത്തിലെ തന്നെ കറുത്ത നിറത്തിലുള്ള ഒരു സ്പെഷ്യൽ ബിയറാണ് ഗിന്നസ്. അപ്പോൾ അതിൻ്റെ ഫാക്ടറിയിലാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ ഫാക്ടറി വരുന്നത്, അതിൻ്റെ ഒഫീഷ്യൽ ഫാക്ടറി വരുന്നത് ഡബ്ലിനിലാണ്. അപ്പോൾ അത് കാണാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഫാക്ടറി നിൽക്കുന്നൊരു പ്രദേശമാണിത് ഗിന്നസിൻ്റെ. അങ്ങനെ ഇതാണ് ഗിന്നസിൻ്റെ എൻട്രി. കുതിര വണ്ടിയൊക്കെ വരുന്നത് കാണാം നമുക്കിവിടെ. ബ്രിട്ടീഷ് റോയൽ കുതിരവണ്ടികൾ. അപ്പോൾ ഇതാണ് ഗിന്നസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഫാക്ടറി ഡിസ്റ്റിലറി. അങ്ങനെ ലോകപ്രശസ്തമായിട്ടുള്ള ഗിന്നസിൻ്റെ ഡിസ്റ്റിലറിയുടെ ഫ്രണ്ട് സൈഡാണിത്. നല്ല പോലെ ആൾക്കാരുണ്ട് ഇത് കാണാനായിട്ട്. ക്യൂവിൽ കുറേ പേരുണ്ട്. നമ്മളൊരു ക്യൂവിലാണ്. ഞാൻ ക്യൂവിൽ നിന്ന് പുറത്തേക്ക് നല്ല ചാടി ഇറങ്ങി ഇത് എൻജോയ് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗിന്നസിൻ്റെ സ്റ്റോർ ഹൗസ് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് ഇതിൻ്റെ ഒരു ഫാക്ടറി തന്നെയാണ്. നമുക്ക് കാണാം ഈ സിറ്റീൻ്റെ ഏകദേശം ഒരു മധ്യഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫാക്ടറി ഔട്ട്ലെറ്റ് നിലനിൽക്കുന്നത്. ഫാക്ടറി ഔട്ട്ലെറ്റ് അല്ല, ബ്രൂവറീസും അതുപോലെ തന്നെ സെയിൽസും എല്ലാം ഇവിടെ ഉണ്ട്. ഇതിൻ്റെ മെയിൻ ഗേറ്റാണ്. നല്ലൊരു മഴ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഇന്ന് ഡബ്ലിൻ സിറ്റി ടൂർ കൊളാവോ എന്നുള്ളൊരു പേടിയിലാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഫാക്ടറിനകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ സെക്യൂരിറ്റി നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. ഓക്കെ. നമ്മൾ ഈ ബ്രൂവറീസിനകത്തേക്ക് കിടക്കുകയാണ്. ഇതിൻ്റെ ഓരോരോ പ്രൊസീജിയർ എങ്ങനെയാണ് ഈ ബിയർ ഉണ്ടാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അങ്ങനെ നടന്ന് നമ്മൾ ഹോളിലേക്ക് എത്തുകയാണ്. അതാണ് നമ്മൾ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്റ്റിലറീസിൻ്റെ വീഡിയോ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ക്യൂവിലെത്തി. ഫാക്ടറിയുടെ ഉള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗിന്നസിൻ്റെ ഒരു നഗരമാണ് ഇവിടെ. ഇവിടെ വലിയൊരു സൂനിയർ ഷോപ്പുണ്ട്. നമ്മളെന്തായാലും ടൂർ തുടങ്ങുകയാണ്. ദ ജേർണി ബിഗിൻസ് ഹിയർ. ഇതിനകത്തേക്ക് കയറുകയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ബാർലിയിൽ നിന്നാണ് ഈ ഒരു ബിയർ ഉണ്ടാക്കുന്നത്. എന്തെല്ലാം കണ്ടന്റാണ് ഇതിൽ ചേർക്കുന്നത് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്.
മെയിൻ കണ്ടൻസ് ആണ്. ബാർലി, വാട്ടർ, ഹോപ്സ് എന്നുള്ള ഒരു ചെടിയിൽ നിന്നുള്ള ഒരു ഐറ്റം, പിന്നെ ഈസ്റ്റ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ്. അങ്ങനെ ബാർലി എടുക്കുന്ന ഫീൽഡാണ് കാണിച്ചിരിക്കുന്നത്. ഫുള്ളായിട്ട് ബാർലി ചെടികളാണ്. എല്ലാവരും തൊട്ട് നോക്കുന്നുണ്ട്. വെള്ളം വീഴുന്നതിനെ നോക്കാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലൊക്കെയാണ് വെള്ളം ഡിസൈൻ ചെയ്ത് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇവിടെ ഹോപ്സ് എന്നുള്ള ഒരു ചെടിയിൽ നിന്നുള്ള ഒരു വിഭവം ഇതിനകത്ത് ചേർക്കുന്നു. ഇതാണ് ഹോപ്സ്. ഇതാണ് ഈ ചെടിയിൽ നിന്ന് കിട്ടുന്ന ഹോപ്സ് എന്ന വിഭവം. അതുകൊണ്ട് സ്റ്റെപ്പ് കയറി അടുത്ത സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് താഴെ കാണിച്ചിരിക്കുന്നത്. അടുത്ത പ്രോസസ്സുകളൊക്കെയാണ് അടുത്ത വരാൻ പോകുന്നത്. പ്രത്യേക തരത്തിലുള്ള ഈസ്റ്റാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ഈസ്റ്റിൻ്റെ പ്രത്യേകതകളൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഒരു ഈസ്റ്റിൻ്റെ ലിക്വിഡായിട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത്. അടുത്ത സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഗിന്നസ് ഉണ്ടാക്കുന്നത് ബാർലി, വാട്ടർ, ഹോപ്സ് ആൻഡ് ഈസ്റ്റ് എന്നാണ്. അതാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത്. ഇനി അടുത്ത പ്രോസസ്സുകളിലേക്ക് നോക്കാം. അടുത്ത പ്രോസസ്സുകളാണ് ഇവിടെ കാണിക്കുന്നത്. റോസ്റ്റിംഗ് അടുത്ത പ്രോസസ്സ്. ഈ ബാർലിയും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ റോസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇത് 232 ഡിഗ്രി സെൽഷ്യസിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഫ്ലേവർ ചേർക്കലും കളർ ചേർക്കലും ഒക്കെ ഇതൊരു പ്രോസസ്സായിട്ടാണ്. റോസ്റ്റിംഗ് പ്രോസസ്സാണ് ബാർലി. പഴയ കാലങ്ങളിൽ ഉപയോഗിച്ച എക്യുപ്മെൻറ്റ്സ് മുതൽ ഇപ്പോഴത്തെ ടെക്നോളജി വരെ അതിനകത്തേക്ക് വരുന്നുണ്ട്. ബാർലി എടുത്തു, റോസ്റ്റ് ചെയ്ത് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ബാർലി ഏകദേശം 232 ഡിഗ്രി സെൽഷ്യസോളം ചൂടാക്കും. അപ്പോൾ തന്നെ അത് കരിയും. അത് വെച്ചിട്ടാണ് ഈ ഒരു ബാറിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ അടുത്തത് ഹോപ്പ് എന്നുള്ള ഫ്ലവറിൻ്റെയാണ്. അതെങ്ങനെ ക്ലീൻ ചെയ്ത് മാഷിങ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇനിയാണ് ഇതിൻ്റെ അടുത്ത പ്രോസസ്സ്, ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതിൻ്റെ പ്രോസസ്സ് കൃത്യമായിട്ട് ഇവിടെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നു, പിന്നെ അത് പൊടിക്കുന്നു, പിന്നെ വാഷിംഗ് ചെയ്യുന്നു, സെപ്പറേഷൻ ചെയ്യുന്നു, ബോയിലിംഗ് തിളപ്പിക്കുന്നു, വീണ്ടും തണുപ്പിക്കുന്നു, ഫെർമെൻറ്റേഷൻ ചെയ്യുന്നു, പിന്നെ മെച്ചുറേഷൻ പീരീഡും. അതിനുശേഷം ഇത് ഒരു നല്ലൊരു ബിയറായിട്ട് എൻജോയ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു. ഫേമസ് ആയിട്ടുള്ള ഗിന്നസിൻ്റെ ഈസ്റ്റ് ആഡ് ചെയ്തിട്ടാണ് ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷുഗർ എങ്ങനെയാണ് വിഘടിപ്പിച്ച് ആൽക്കഹോൾ ഉണ്ടാക്കുന്നതെന്നാണ് ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നത്.
നൈട്രജനും കൂടി ഇതിനകത്ത് ബബിൾസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫെർമെൻറ്റേഷൻ്റെ പ്രോസസ്സ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഗിന്നസ് ബിയർ തയ്യാറാക്കുന്നതിന് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെയും കാര്യങ്ങളാണ് അടുത്ത പടി. അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി അതിൻ്റെ പാക്കിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. കുറേ വീപ്പകളോട് അടുക്കി വെച്ചിട്ടുണ്ട്. പഴയകാല കുറേ പിക്ചേഴ്സും ഉണ്ട്. നല്ല തിരക്കാണ് അതിനുള്ളിലൊക്കെ. അതിൻ്റെ മെഷീനറീസൊക്കെ സൈഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പഴയ കാലത്തുള്ള മെഷീനറീസും കാര്യങ്ങളുമൊക്കെ. ഇതൊക്കെ ഈ ഒരു ഫാക്ടറീൻ്റെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു മ്യൂസിയം പോലെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പഴയകാല മെഷീനറീസുകളൊക്കെ കാണിക്കുകയാണ്. ഏകദേശം 1954 മുതലാണ് ഇത് സ്റ്റാർട്ടായി വന്നത്. ഇത് വലിച്ച് കൊണ്ടുപോകാനുള്ള ട്രെയിനിൻ്റെ ട്രെയിനാണിത്. അന്ന് സാധനങ്ങളൊക്കെ കടത്തിയിരുന്ന ട്രെയിന് ഫാക്ടറിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാനൊക്കെ ഉള്ള സംവിധാനം. മറ്റൊരു ട്രെയിൻ എൻജിൻ കൂടി ഇവിടെ ഉണ്ട്. ഇനിയും ഇതിൻ്റെ മുകളിലോട്ടുണ്ട് വീണ്ടും കാഴ്ചകൾ. കയറി നമുക്ക് പോവാം ഓരോരോ സ്റ്റെപ്പ്. ഇതിവിടുന്ന് ഫ്രീ ആയിട്ട് ബിയർ ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അതിന് വേണ്ടി നിൽക്കുന്ന ക്യൂ ആണത്. എന്തായാലും എനിക്കും കിട്ടിയിട്ടുണ്ട് ഒരു 2 ടിക്കറ്റ്. അപ്പം അത് വെച്ചിട്ട് ഞാനും ഒന്ന് ബിയർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അതിൻ്റെ ഫാക്ടറിയുടെ മറ്റു ഭാഗങ്ങളാണ്. അങ്ങനെ ബിയർ ടേസ്റ്റ് ചെയ്യാനുള്ള ക്യൂവിലാണ്. അപ്പോൾ ഒന്ന് കയറി നോക്കട്ടെ. ഞാൻ മുമ്പ് ടേസ്റ്റ് ചെയ്ത് തന്നെയാണ്. ഇനിയിപ്പോൾ ഫാക്ടറിയിൽ നിന്ന് കുടിക്കുമ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കട്ടെ. അതാണ് ടേസ്റ്റിംഗ് റൂം. അതിനകത്തേക്ക് നമുക്ക് കയറി പോവാം. നമ്മുടെ ഈ ഒരു സ്ലിപ്പ് കൊടുക്കാം. നമുക്ക് 2 ബിയറൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ടേസ്റ്റിംഗ് റൂമിലേക്ക് ഞാൻ കയറുകയാണ്. നല്ല കളർഫുള്ളാണ് റൂമൊക്കെ. And when everybody's in the room, we will go ahead and get started. Again, all the aroma pods do look the same, but they do all smell very, very different. So I encourage you to make your way around to each one, see which ones you like, most importantly, see which ones you love. And again, when everybody's in the room, we will go ahead and get started. We have 4 different aroma pods around the room, each one being a key ingredient in Guinness. So before I get started, ignore the bar, make your way around coming in behind us, because you don't want to block any. On your way in, we have 4 different aroma pods. I'm going to start off with this one on my front left, because any higher it will catch on fire, and any lower you want to get Guinness's signature taste, colour, and smell. അപ്പോൾ ഇതാണ് നമുക്ക് സാമ്പിളായിട്ട് കിട്ടിയ ഗിന്നസ്. അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ സ്പെഷ്യലായിട്ടുള്ള കറുത്ത ബിയർ. അവിടുന്ന് അടുത്ത റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി.
ഈ ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. നല്ല കറുത്ത ബിയറാണ്, കയ്പുണ്ട് നല്ലപോലെ. എന്നിരുന്നാലും അതൊരു വികാരമാണ്, ഇവിടുത്തെ ദേശീയ വികാരമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ടേസ്റ്റ് ചെയ്യാനുള്ള നിർബന്ധമാണ്. മേലേക്ക് പോയി നോക്കാം എന്തൊക്കെയാണുള്ളതെന്നുള്ളത്. കുറേ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെയാണുള്ളത് തോന്നുന്നു. അല്ല, ഈ ഒരു ബിയറിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗിന്നസിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഡ്വർടൈസ്മെൻ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഇന്ന് വരെയുള്ള അഡ്വർടൈസ്മെൻറ്റുകൾ രസകരമായിട്ടുള്ള കാർട്ടൂണാണിത്. ഗിന്നസിന് വേണ്ടി മുതലവായിൽ വരെ കൈയിടുന്നു. ഒരു മീൻ സൈക്കിൾ ഓടിക്കുന്നത് കാണാം ഇവിടെ. രസമായിട്ടുണ്ട്. മീൻ സൈക്കിളും ചവിട്ടി പോവുകയാണ്. ഇവിടുന്നും മേലോട്ട് പോവാം. നാലാമത്തെ ഫ്ലോറിലെത്തി. കുറേ റെസ്റ്റോറൻറ്റ്സ് ഒക്കെയാണുള്ളത്. റെസ്റ്റോറൻറ്റ്സ് അല്ല, ഇവരുടെ ഗിന്നസ് ബിയർ അടിക്കാനുള്ള പാർലറുകളാണുള്ളത്. ഇതൊക്കെ മുകളിലൊക്കെ ബാറുകളാണ്. അങ്ങനെ ബിയർ കഴിക്കാനായിട്ട് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഗാലക്സി എന്ന് പറയുന്ന ബാറിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ തന്നെ എവിടെയാണ് ബിയർ കൊടുക്കുന്ന സ്ഥലം. ബിയർ വാങ്ങാൻ പോവാണ്. ഇവിടെ കറുത്ത ബിയർ. Small one. Whoa! What is it? DJ. Hi. 2. Yeah. Guinness. 1 or 2? 2. ഇതാണ് ഗിന്നസ് എന്ന് പറയുന്ന ഈ ബിയർ. ഇവിടെ ഒരുപാട് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഇതിനകത്ത് എൻട്രി ചെയ്തപ്പോൾ 2 ഫുൾ ബിയർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടി. അതിന് മുന്നേ സാമ്പിളും കിട്ടി. എത്ര ആളുകളാണ് ഗിന്നസ് കഴിച്ച് ആസ്വദിക്കുന്നത് നോക്കുക. ഡബ്ലിൻ്റെ ഒരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ താഴേക്ക് കാണാം. ഒരേ കളറുള്ള ബിൽഡിങ്ങുകളാണ്. ഡബ്ലിൻ്റെ ആകാശ വ്യൂ